കടുത്തതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അപ്പർ കുട്ടനാട്ടിലെ നെൽ കർഷകർ. നദികളിലെ ജലനിരപ്പ് കുറഞ്ഞതും കുളങ്ങൾ വറ്റിവരണ്ടതും കൃഷിയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കർഷകരുടെ ആശങ്ക. കൃഷിക്ക് ആവശ്യമായ വെള്ളമെത്തിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ഇവരുടെ ആവശ്യം. പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും അധികം നെൽകൃഷിയുള്ളത് അപ്പർ കുട്ടനാട് മേഖലയിലാണ്. വരൾച്ച പിടിമുറുക്കിയതോടെ വലിയ പ്രതിസന്ധിയിലാണ് കർഷകർ. പമ്പ, മണിമല ആറുകൾ ജലനിരപ്പ് താഴ്ന്നു. പാടത്തേക്ക് വെള്ളം കിട്ടേണ്ട കിണറുകളും കുളങ്ങളുമെല്ലാം വറ്റിവരണ്ടു. കൃഷി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ് നെൽ കർഷകർ. ന്യൂ മാർക്കറ്റ് കനാൽ, ഓൾഡ് മാർക്കറ്റ് കനാൽ എന്നീ രണ്ട് കനാലുകൾ തെളിക്കാതെ കാട് മൂടി കിടക്കുക. അതിനകത്ത് വെള്ളമില്ല. ഇപ്പം കൊയ്യാൻ വിതച്ചിട്ട് കതിര് പൊട്ടണമെങ്കിൽ വെള്ളം വേണം. വെള്ളമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാതെ കർഷകരാകെപ്പാടെ ബുദ്ധിമുട്ടുണ്ട്. മരുന്നടിക്കാൻ മരുന്ന് കമ്പനിക്കാരൻ വന്നിരിക്കുന്നു. വളവിടാൻ നോക്കിയിട്ട് വളവിടാൻ പറ്റുന്നില്ല. രൂക്ഷമായ ജലക്ഷാമം. അടിയന്തരമായിട്ട് ഇടപെട്ടേ പറ്റൂ. നെൽച്ചെടികൾക്ക് 2 മാസമാണ് പ്രായം. വെള്ളം അത്യാവശ്യമായ ഈ സമയത്ത് വൻതുക മുടക്കി വെള്ളം എത്തിക്കുകയാണ് കർഷകർ. എത്ര ദിവസം അങ്ങനെ പിടിച്ചു നിൽക്കാനാകുമെന്നറിയില്ല. മോട്ടർ അടിച്ചിട്ടും ഭയങ്കര ദാരിദ്ര്യമായിട്ട് വരുവാണ്. കാശ് 10,000, 4,000, 5,000 രൂപ മോട്ടർ അടിച്ചാലും അത് വെള്ളം കയറി വരുന്നില്ല. ഉണക്കുകൊണ്ട് തോട്ടിൽ വെള്ളവുമില്ല. കാരണം ഒരു കൃഷിക്ക് 10,000 രൂപ എക്സ്ട്രാ വെള്ളത്തിന് വരുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും ഞങ്ങൾക്കത് പിടിച്ചു നിൽക്കാനൊന്നും ബുദ്ധിമുട്ടാണ്. പിന്നെ പലയിടത്തുനിന്നും കാശ് കടം മേടിച്ചാൽ അത് കൊടുക്കാനൊക്കത്തില്ല. ഇത് കിട്ടുന്നില്ലാത്ത അവസ്ഥ കൊടുക്കാനൊക്കത്തില്ല. 10,000 രൂപ വെള്ളം അടിക്കുക, ഒരാക്കർ അടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് മുതലേ കിട്ടത്തില്ല. വരൾച്ച നേരിടാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നെൽകർഷകരുടെ ആവശ്യം. മീഡിയ 1 പത്തനംതിട്ട.